നമസ്കാരം. ഞങ്ങളിപ്പോൾ ഉള്ളത് കാലിക്കറ്റ് സർവകലാശാല ബേപ്പൂർ സുൽത്താനായ ശ്രീ വൈക്കം മുഹമ്മദ് ബഷീറിനായി നിർമ്മിക്കുന്ന ബഷീർ ചെയർ മന്ദിരത്തിൻ്റെ മുന്നിലാണ്. ഇന്ന് ഈ ബഷീർ ചെയർ മന്ദിരത്തിന് മാർഗനിർദ്ദേശങ്ങൾ നൽകാൻ ഇവിടെ എത്തുന്നത് ഭാഷയുടെയും സംസ്കാരത്തിൻ്റെയും നല്ല മണ്ണായ കേരളത്തിലെ ഏറ്റവും പ്രമുഖനായ ഒരു എഴുത്തുകാരൻ ശ്രീ MT വാസുദേവൻ നായർ. അല്പസമയത്തിനകം അദ്ദേഹം ഇവിടെ എത്തും. ഈ മന്ദിരത്തിനായുള്ള മാർഗനിർദ്ദേശങ്ങൾ നൽകും. കാത്തിരിക്കാം. ബഷീർ മന്ദിരം പോലൊരു വലിയ നമ്മുടെ ഒരു സ്വപ്ന മന്ദിരം ഉണ്ടാകും. അതിലേക്ക് ഒന്ന് മൈഗ്രേറ്റ് ചെയ്യും. അതായിരിക്കും നല്ലത്. അല്ലാതെ നമ്മൾ ഇത് ഇപ്പോഴേ ഇത് കാണുന്ന രീതിയിൽ സുഖം തോന്നി. അത് ഒരു പുള്ളി എയർ കണ്ടീഷൻ്റെ നല്ല രസമുള്ള ബഷീറിന്റെ പ്രതിമയും എല്ലാം കാണുമ്പോൾ തന്നെ ബഷീർ മന്ദിരത്തിനെ റിഫ്ലക്ട് ചെയ്യുന്ന ഒരു ബഷീർ മന്ദിരം തോന്നുന്ന രീതിയിൽ ഇത് നമ്മൾ ബഷീർ ചെയറിന്റെ ഭാഗമായിട്ട് സ്റ്റാർട്ട് കളക്ടിങ് ഓൾ ദ അവൈലബിൾ മെറ്റീരിയൽ. ആ പ്രോസസ്സിൽ ഒരു വലിയൊരു മന്ദിരം അതിലേക്ക് നമ്മൾ എല്ലാം ഇതിലിപ്പോ ഇരുന്നിട്ട് വേറെ വർഷം ഉണ്ടാവും. ഇവിടെ വേറെ ആളൊന്നും ഇവിടെ റിസർച്ച് ഒന്നും ഇവിടെ വരില്ല. അതൊക്കെ വേറെ സ്പേസ് നമ്മൾ അതൊക്കെ വേറെ ഇവിടെ റിസർച്ച് കുട്ടികളൊന്നും വരില്ല. ഇത് ബഷീറിന്റെ മ്യൂസിയമായിട്ടാണ്. ഇത് 4 മ്യൂസിയങ്ങളാണ് ഈ ബിൽഡിങ്ങിലുള്ളത്. ഒന്ന് ബഷീർ മ്യൂസിയം, ഒന്ന് ഹിസ്റ്ററി മ്യൂസിയം, ഒന്ന് ഫോക്ലോർ, പിന്നെ സയൻസ് മ്യൂസിയം. അതൊക്കെയാണ് വരുന്നത്. അത് അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. കളക്ട് ചെയ്യാം. ഫോട്ടോഗ്രാഫ്സ് നമുക്ക് ഉണ്ട്, കുറെ എല്ലാ ഫോട്ടോഗ്രാഫേഴ്സും എടുക്കാം. നമുക്ക് അത്ര അറിയാത്ത ഇദ്ദേഹത്തിൻ്റെ നാടാണ്. അതെ, അവിടെ ഞാനന്ന് പറഞ്ഞില്ല അയാൾക്ക് ബഷീറിനെ കുറിച്ചുള്ള അന്നൊരാളുടെ പേര് പറഞ്ഞായിരുന്നു. അപ്പം അതും ഈ കൃതികളായിട്ടും പിന്നെ സൗണ്ട് എഫക്റ്റ് എന്ന് പറഞ്ഞൊരു സംഗതി വേണമെങ്കിൽ നമുക്ക് ചെയ്യിക്കാൻ പറ്റും. ബഷീറിന്റെ ശബ്ദമുണ്ട്.
റേഡിയോ സ്റ്റേഷനിലുണ്ട്. എൻ്റെ കയ്യിൽ ചിലത് കാണണം. അത് കാസറ്റിലാണ് എടുത്തിട്ടുള്ളത്. അതൊക്കെ പൂപ്പൽ പിടിച്ചു കഴിഞ്ഞാൽ അത് കിട്ടുമെന്നുള്ളതാണ്. ഇവിടെ കയറി വരുമ്പോൾ ബഷീർ സംസാരിക്കുന്നു. കയറി വരുന്നിടത്ത് മതി. കാരണം അത് കുറച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ക്വാളിറ്റി നടന്നിങ്ങനെ കാണുമ്പോൾ ക്വാളിറ്റി ഒരു വെൽക്കം പോലെ അദ്ദേഹത്തിൻ്റെ ഏതെങ്കിലും നല്ല കൊട്ടേഷൻ അതൊക്കെ നമ്മൾ ചുമരുകളിൽ നമുക്ക് അത് വെക്കാൻ പറ്റും. കൊട്ടേഷൻ നമുക്ക് എഴുതി വെക്കാം. ബഷീറിന്റെ ലൈഫ് ആരംഭം മുതൽ ബഷീറിനെ ജനിച്ചപ്പോൾ വീട് തീ കത്തിയായിരുന്നു. ഉമ്മ പ്രസവ വേദന തുടങ്ങിയപ്പോൾ അരി അടുപ്പിലിട്ട് വേവിക്കായിരുന്നു, നെല്ല് കുത്താൻ വേണ്ടിയുള്ള. അപ്പോൾ പെട്ടെന്ന് എന്തോ വിഷമം തോന്നിയിട്ട് വാഴയുടെ മൂട്ടിലേക്ക് പോയപ്പോൾ അവിടെ വീണുപോയി. ഈ തീ എരിഞ്ഞ് വീട് തീ കത്തിപ്പോയി. അപ്പോഴാണ് ബഷീറിനെ പ്രസവിക്കുന്നതായിട്ട് ബഷീർ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ തന്നെ രേഖപ്പെടുത്തിയിട്ടുള്ള ഈ സംഭവം. അപ്പോൾ ഇത് നമുക്ക് ഇവിടെ വിഷ്വലായിട്ട് കാണിച്ചു കൊടുക്കാൻ പറ്റും. തീ കത്തുന്നു, ഉമ്മ പ്രസവിക്കുന്നു. അങ്ങനെയാണ് ബഷീറിൻ്റെ ജനനം അദ്ദേഹം തന്നെ പറയുന്നത്. അപ്പോൾ അതുപോലെയുള്ള പ്രധാനപ്പെട്ട സംഭവങ്ങൾ ബഷീറിൻ്റെ ജീവിതത്തിലുള്ളത് നമുക്ക് ഇവിടെ വിഷ്വലായിട്ട് കാണിച്ചു കൊടുക്കാൻ സാധിക്കണം. അപ്പോൾ തുഞ്ചൻപറമ്പിലെ MT എഴുത്തച്ഛൻ്റെ ഒരു മ്യൂസിയം ചെയ്തിട്ടുണ്ട്. അത് അദ്ദേഹത്തിൻ്റെ ഐഡിയ ആണ്. അതുപോലെ ബഷീറിൻ്റെ ഒരു മ്യൂസിയം ഇവിടെ നമുക്ക് രൂപപ്പെടുത്താൻ സാധിക്കുമോ എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. ഇതിൽ വേറൊരു സൗകര്യമുള്ളത് ധാരാളം കൊട്ടേഷൻസും വളരെ ആപ്റ്റായിട്ടുള്ളത് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് എഴുതിയിട്ടുള്ളത് അതൊക്കെ ഇങ്ങനെ പലയിടത്തും വെച്ചാൽ അത് വായിച്ചു പോകുമ്പോൾ തന്നെ വളരെ ഒരു ബഷീർ എഫക്റ്റ് വരും. പിന്നെ ഈ കഥാപാത്രങ്ങളൊക്കെ വന്നിട്ടുള്ള ആ ചോടൊക്കെ കായലിൻ്റെ ഇത് അപ്പം അവിടെ അതിൻ്റെയൊക്കെ പുതിയ ഫോട്ടോഗ്രാഫ്സ് എടുക്കാം. ഈ പോസിബിൾ അത് ഫോട്ടോസ് നല്ലത് വന്നില്ലെങ്കിൽ അത് വെച്ചുകൊണ്ട് നമുക്ക് പെയിൻറ്റ് നല്ല ആളുകളൊക്കെ ഉണ്ട്. പിന്നെ ബഷീറിനെ കുറിച്ച് ധാരാളം ചിത്രകാരന്മാർ വരച്ചിട്ടുണ്ട്. ആ ചിത്രങ്ങളൊക്കെ കളക്ട് ചെയ്യാൻ ഞാൻ ഒരാളെ ഏർപ്പാടാക്കാമെന്ന് വിചാരിക്കുകയാണ്. ആദ്യകാലം മുതൽ ബഷീറിൻ്റെ കൃതികൾക്ക് വരച്ച ചിത്രങ്ങളുണ്ട്, ബഷീറിനെ കുറിച്ച് വരച്ച ചിത്രങ്ങളുണ്ട്. സോറയുടെ ബ്രദർ BM ഗഫൂർ ബഷീറിനെ കുറിച്ച് ധാരാളം വരച്ചിട്ടുണ്ട്. ആ ചിത്രങ്ങൾ പലതും ഞാൻ ഇപ്പോൾ കണ്ടെടുത്തുകൊണ്ടിരിക്കുകയാണ്. കുറേ കിട്ടി. അപ്പോൾ അത് മുഴുവനും നമുക്ക് കളക്ട് ചെയ്ത് കുറേയൊക്കെ ഇവിടെ പ്രദർശിപ്പിക്കാൻ സാധിക്കും. അല്ല, ഞാൻ അങ്ങനത്തെ ചില ഫീലിങ്സ് ഇവള് മുങ്ങി വന്നിട്ട് ഉക്കിട്ടിട്ട് അപ്പം അത് അങ്ങനത്തതൊക്കെ ഈ ഫോട്ടോഗ്രാഫ് ശരിയായിട്ട് ആ ഐഡിയ കൊടുത്തുകൊണ്ട് നല്ല നല്ല ചിത്രങ്ങളുണ്ടാക്കി ആ കഥാപാത്രങ്ങളെയൊക്കെ ചിത്രങ്ങളിലൂടെ കൊണ്ടുവരും. ഒറ്റക്കെണ്ണം പോക്കര് ഇവരെയൊക്കെ ഇവരെയൊക്കെ ചിത്രങ്ങളിലൂടെ കൊണ്ടുവരും. നമുക്കത് കളക്ട് ചെയ്തോണ്ട് ബഷീറിന്റെ കഥകളിലെ ഫിലിംസ് ആക്കിയിട്ടുള്ളത്. അത് മാത്രമല്ല ബഷീർ പഠനങ്ങൾ നമ്മൾ കളക്ട് ചെയ്യണം. ബഷീർ പഠനങ്ങളെ നമുക്ക് ഇവിടെ ശേഖരിച്ചു അത് പുസ്തകങ്ങളായിട്ട് വന്നതും പഠനങ്ങളുണ്ട്. ബഷീറിന്റെ ചിത്രങ്ങൾ നമുക്ക് ഇവിടെ ചിലത് പ്രദർശിപ്പിക്കാം. ഇടയ്ക്കിടയ്ക്ക് കുട്ടികൾക്ക് വേണ്ടി നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റും. അതൊരു പ്രോജക്ടർ കൊട്ടേഷൻ പോകുന്ന ഒരു ഏരിയ, സൗണ്ടിന്റെ ഏരിയ, കഥാപാത്രങ്ങളുടെ ഏരിയ, അങ്ങനെ ഗ്രൂപ്പ് ചെയ്തൊരു വലിയ മ്യൂസിയം ആക്കി മാറ്റാം. ഇത് അനേകം പേരുടെ ഒരു കൂട്ടായ്മ കൊണ്ട് വളർത്തി ഈ കലവരപ്പുറം ആ പ്രദേശവും ഫോട്ടോഗ്രാഫ്സ് എടുത്തിട്ട് അതൊരു പീരീഡാണ്. അതിൽ നിന്ന് പക്ഷെ ആ പീരീഡിൽ നിന്നാണ് കുറെ ക്യാരക്ടേഴ്സ് ഒരുപാട് ക്യാരക്ടേഴ്സ്. അപ്പം ആ ക്യാരക്ടേഴ്സിനെ കൊണ്ടുവരാം. അതൊരു പീരീഡാണ്. പിന്നെ കാലഘട്ടങ്ങളായിട്ട് തിരിച്ചിട്ട് അത് വിഷ്വലൈസ് ചെയ്യാൻ പറ്റുന്നത് ചെയ്യാം. അതിങ്ങനെ ഒരു 4-5 ഘട്ടങ്ങളായിട്ട് തിരിച്ചിട്ട് ബഷീറിൻ്റെ ലൈഫ്, ആരംഭം, പിന്നെ ഈ നാട് വിട്ടുപോയ ആ കാലം,
പിന്നെ അതിനുശേഷം തിരിച്ചു വന്നിട്ട് എഴുത്തുകാരനാകുന്നത്. പിന്നെ കൽക്കട്ടയിൽ വെച്ച് അദ്ദേഹം ബാല്യകാലസഖി ഇംഗ്ലീഷിലാണ് എഴുതിയത്. ആ ഇംഗ്ലീഷ് മാനുസ്ക്രിപ്റ്റ് എനിക്ക് തന്നിട്ടുണ്ട്. നീ എന്തെങ്കിലും എനിക്ക് വേണ്ടി ഒരു സ്മാരകം ഉണ്ടാക്കുമെങ്കിൽ അവിടെ വെക്കണമെന്ന് പറഞ്ഞ് എൻ്റെ കയ്യിൽ തന്നിട്ടുണ്ട്. എൻ്റെ കയ്യിലുണ്ടത്, ഇംഗ്ലീഷിലാണ് എഴുതിയിരിക്കുന്നത്. പിന്നീടാണ് മലയാളത്തിൽ ബാല്യകാലസഖി അദ്ദേഹം എഴുതിയത്. അപ്പം എൻ്റെ കയ്യിൽ തന്നെ കുറേ സാധനങ്ങളുണ്ട്, മാനുസ്ക്രിപ്റ്റ്സ്. പിന്നെ അദ്ദേഹത്തിൻ്റെ ബുക്ക് സ്റ്റാളിൽ വിറ്റ 2 പുസ്തകം. അല്ല, അതിലിപ്പോൾ ഒരു സാധാരണ ഒരു നടത്തത്തിൽ വേണ്ടത് കിട്ടേണ്ടതെന്ന് വെച്ചാൽ ഈ ബഷീർ എന്ന് പറഞ്ഞ ആളുടെ ലൈഫ് കിട്ടണം. മേജർ വർക്ക്സ് ഏതാണ് കിട്ടണം, അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കള്, അങ്ങനെ ഒരു ആദ്യത്തെ തന്നെ അത് കിട്ടണം. വളരെ സൂക്ഷിച്ചിട്ട് പിന്നെയാണ് പോട്ടത്. അത് റിസർച്ചേഴ്സ് പോയില്ല. മറ്റൊരു സാധാരണ പലക്കായിട്ട് എഴുതിയ കത്തുകളുണ്ടല്ലോ, പലക്കായിട്ട് എഴുതിയിട്ടുള്ള കത്തുകൾ, അതെല്ലാം അതൊരു സ്ഥലത്ത് സൂക്ഷിക്കും, എക്സിബിറ്റ് ചെയ്യാം. ഒരുപാട് കത്തുകൾ അത് പലതും അച്ചടിച്ചു, അച്ചടിക്കാത്തതുണ്ട്, അച്ചടിക്കാത്ത കുറേ കത്തുകൾ. അത് ഒരുപാടൊന്നും വേണ്ട. എൻ്റെ കത്തുകൾ ഇവിടെ ഒരു ബഷീർ പ്രദർശനം നടത്തിയപ്പോൾ 22 കത്ത് ഞാൻ കൊടുത്തത് ഇതുവരെ തിരിച്ചു തന്നിട്ടില്ല. നമ്മുടെ ഇവിടെ ഉണ്ടോന്ന് അറിയില്ല ആള്, ആളെ പേര് പറയില്ല, ആളുണ്ടെങ്കിൽ പറയാം. കുറച്ചെണ്ണം അദ്ദേഹത്തിന്റെ അതിലൂടെ പിന്നെ കൈപ്പടിയും കിട്ടും, കുറച്ച് പ്രധാനപ്പെട്ട കത്തുകൾ. ഞാനിപ്പോൾ അദ്ദേഹത്തിന്റെ കത്തുകൾ മുഴുവനും സ്കാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സ്കാൻ ചെയ്ത് നമുക്ക് ആവശ്യമുള്ളത് ഇവിടെ പ്രദർശിപ്പിക്കാം. പിന്നെ അദ്ദേഹത്തിന്റെ നോട്ട് ബുക്കുകൾ കുറേ ഉണ്ട്. നമ്മൾ പബ്ലിഷ് ചെയ്തില്ലേ, MT പബ്ലിഷ് ചെയ്ത ഒരു കാമുകന്റെ ഡയറി എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ ആത്മകഥയുണ്ട്. അതിന് MT അനുരാഗത്തിന്റെ ദിനങ്ങളെന്ന പുതിയ പേര് കൊടുത്തിട്ട് പുസ്തകമായിട്ട് ക്ലാസിക് ബുക്ക് ട്രസ്റ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. എൻ്റെ ചെയർമാൻ MT ആയിരുന്നു. അപ്പോൾ അതിൻ്റെ മാനുസ്ക്രിപ്റ്റ് എൻ്റെ കയ്യിലുണ്ട്. അത് നമുക്കിവിടെ പ്രദർശിപ്പിക്കാം. അല്ല, മാനുസ്ക്രിപ്റ്റുകൾ വേണം, പിന്നെ ഫസ്റ്റ് എഡിഷൻസ് മുഴുവനും സ്റ്റാച്യു ആവശ്യം, ബഷീർ പ്രതിമ സ്ഥാപിക്കേണ്ട ഒരു ആവശ്യമില്ല. ബഷീറിന്റെ പ്രതിമയൊന്നും വേണ്ട, പ്രതിമയൊന്നും വേണ്ട. ബഷീറിന്റെ ഫോട്ടോസ് മതി. ബഷീറിന്റെ ചിത്രങ്ങൾ വരച്ചതുണ്ട്. പിന്നെ പലരും ആ ഭാഗത്ത് ബഷീറിന്റെ ഒരു പ്രതിമ ഒന്നല്ല, ഒരു 5-8 പ്രതിമ. അതിന്റെ മുഴുവൻ ഫോട്ടോ ഞാൻ കാണിച്ചു തരാം. അവിടെ എന്താ നമുക്ക് വേണമെങ്കിൽ 2-3 അതിന്റെ അടുത്തോണ്ടെന്ന് വെച്ചാൽ എനിക്കത് അത്ര ഇതായിട്ട് തോന്നി. ക്യാമ്പസിലെ ആർട്ടിസ്റ്റുകളെ കൊണ്ട് വരപ്പിക്കും, ഒരു ക്യാമ്പ് നടത്തി. പിന്നെന്താ, ക്യാമ്പസിൽ ഒരുപാട് മലയാളം ബഷീർ ബുക്സ്, ബഷീറിന്റെ കഥാപാത്രം, ഇങ്ങനെ നമ്മൾ ആ ഒരു ഡൊമൈനാക്കി തീരുമാനിച്ചിട്ട് ഒരു 10 ഐറ്റം മേജർ ഐറ്റം, ഇതിന്റെ 10 ലീഡേഴ്സിനെ ഐഡന്റിഫൈ ചെയ്യണം. അതെ, മലയാളം ഡിപ്പാർട്ട്മെന്റിലെ 10 പ്രൊഫസേഴ്സിനെ ഐഡന്റിഫൈ ചെയ്യണം. അങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കണം. അവരിങ്ങനെ പ്രോജക്റ്റ് ഉണ്ടാക്കി വന്നിട്ട് അത് അങ്ങനെ ചെയ്തില്ലെങ്കിൽ ഇപ്പൊ നമ്മളിത് കഴിച്ചു പോകുമ്പോൾ എല്ലാം മറന്നു പോകും. അതിന് ഒരു വലിയ ക്യാൻവാസ് ഉണ്ടാക്കിയിട്ട് ഈ പറഞ്ഞ രീതിയിൽ അതിനെ നമ്പർ ചെയ്തിട്ട് ആദ്യം പോലെ ബഷീർ ജനിച്ചിടം പോലെ തീ വീടുന്നിടം പോലുള്ള രണ്ടാമത്തെ ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ പബ്ലിക്കേഷൻസ് ആയിരിക്കാം, 3 കഥാപാത്രമായിരിക്കാം, 4 അദ്ദേഹത്തിന്റെ വോയിസ് ആയിരിക്കാം, പിന്നെ അദ്ദേഹത്തിന്റെ ഈ എഴുതിയ സാധനങ്ങൾ ഡിസ്പ്ലേ ആയിരിക്കാം. അങ്ങനെ ബുക്ക് എഴുതുന്ന പോലെ 10 ചാപ്റ്റർ അങ്ങ് ഉണ്ടാകാം. ഓരോ ചാപ്റ്ററിന്റെ ലീഡർഷിപ്പ് അത് ഓരോ കമ്മിറ്റിയാണ്, എന്നാലേ നടക്കത്തുള്ളൂ. അപ്പം ഓരോ കമ്മിറ്റി മത്സരിച്ച് സാധനം കളക്ട് ചെയ്ത് കൊണ്ടുവന്നിട്ട് പിന്നെ കൊടുക്കാം. എന്റെ നാട് എന്ന് പറഞ്ഞത് എഴുതിയ CP എഴുതിയ ഒരു നീണ്ട കത്തുണ്ട്. അത് പുസ്തക രൂപത്തിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. DC പബ്ലിഷ് ചെയ്തു. ഹതഭാഗ്യയായ എന്റെ നാട് എന്നാണ് അതിന്റെ പേര്. അത് നോക്കണം. ഇപ്പൊ എന്റെ കയ്യിലുള്ളത് പുതിയ എഡിഷനാണ്. പഴയത് കിട്ടുമെന്ന് വൈക്കത്തൊരു ലൈബ്രറി ഉണ്ട്, അവിടെ പോയാൽ ചിലപ്പോൾ കിട്ടിയത് സൂക്ഷിച്ചു വെക്കുന്ന ഒരു ലൈബ്രറി ഉണ്ട്. ഈ പോൾ മണലിൽ നിന്ന് പറഞ്ഞ ഒരാള് ബഷീറിന്റെ എല്ലാ പഠനങ്ങളും സൂക്ഷിച്ചു വെക്കും. ഒരാളല്ല, നമുക്ക് വളരെ അടുപ്പമുള്ള ആളല്ലേ. അദ്ദേഹം കയ്യിലുള്ളതൊക്കെ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, അതൊക്കെ കിട്ടും. അപ്പോ
ഒരു 10 പാർട്ടാക്കിയിട്ട് നമുക്കത് ചെയ്യാം. 10 ഡൊമൈൻ ഓരോന്നും ഓരോരുത്തർ ലീഡർഷിപ്പ് അവർക്ക് ടൈം കൊണ്ട് 3 മാസം കൊണ്ട് 6 മാസം കൊണ്ട് 9 മാസം കൊണ്ട് 12 മാസം കൊണ്ട് വന്നിട്ട് പിന്നെ റിവ്യൂ കമ്മിറ്റിയിൽ നോക്കണം ഓരോ ചാപ്റ്റർ ബുക്ക് എഡിറ്റ് ചെയ്ത പോലെ അങ്ങനെ ആകുമ്പോൾ ഈ 10 ചാപ്റ്റർ സൈമൾട്ടേനിയസ് ആയിട്ട് വർക്ക് കിടക്കും. അത് വന്ന് മെർജ് ഈ മ്യൂസിയത്തിന്റെ പണി ഇവിടെ നമ്മൾ നടക്കുന്നതോടൊപ്പം തന്നെ വേറൊരു പണി അക്കാഡമിക് ആയിട്ടുള്ള പണി ഞാൻ ചെയ്യിക്കുന്നുണ്ട്. അതെ, ബഷീറിന്റെ ഡിക്ഷണറി, ബഷീറിന്റെ സകല കൃതികളുടെയും സകല വാക്കുകളും അടങ്ങുന്ന ഒരു ബഷീർ ഡിക്ഷണറി ചെയ്യുന്നുണ്ട്. ബഷീറിനെ ഒരു ഗ്രൂപ്പിനെ ഒന്നും ഏൽപ്പിക്കണ്ട, അത് വേറെ ആരെയും ഏൽപ്പിച്ചാൽ നടക്കില്ല, അത് ഞാൻ ചെയ്താലേ നടക്കൂ. അതിനാണ് നമ്മൾ പറഞ്ഞത് അത് വേറെ ആർക്കെങ്കിലും കൊടുത്താല് ഈ കല്ലും മണ്ണും പിറക്കി വെക്കുന്ന പോലെയല്ല. ഓരോ വാക്കും എവിടെയൊക്കെ ആവർത്തിച്ചു വന്നിട്ടുണ്ട്, അതിന്റെ വ്യത്യസ്തമായ അർത്ഥങ്ങളും അതിന്റെ ഭാവപരമായ വ്യത്യാസങ്ങളൊക്കെ ഈ പുസ്തകം വായിച്ച നല്ല വിവരമുള്ള ഒരാളിന് മാത്രമേ കഴിയുള്ളൂ. എന്നെക്കാൾ വിവരമുള്ളവർക്ക് എന്നെക്കാൾ നന്നായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോ ഇങ്ങനെ ഒരു വിജ്ഞാനകോശം, ബഷീർ വിജ്ഞാനകോശം, ബഷീറിനെ കുറിച്ച് ആരെല്ലാം എന്തെല്ലാം പറഞ്ഞിട്ടുണ്ടോ, ബഷീർ അദ്ദേഹത്തെ കുറിച്ച് എന്തെല്ലാം പറഞ്ഞിട്ടുണ്ടോ, എല്ലാ വിവരങ്ങളും കിട്ടുന്ന ഒരു വിജ്ഞാനകോശം ആണ് അടുത്ത രണ്ടാമത്തെ പരിപാടിയായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോ ഇങ്ങനെ ഒരു വിവിധ അക്കാഡമിക് വർക്ക് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ മ്യൂസിയത്തിന്റെ പണിയും നടക്കും. അപ്പൊ സാറ് പറഞ്ഞ പോലെയുള്ള 10 കാര്യങ്ങൾ എന്നത്തേക്ക് വേണം ഈ എഴുതി തരേണ്ടത് എന്നാ വേണ്ടത്? ഈ നമ്മൾ ഈ ഡിസ്പ്ലേ ഒക്കെ വെക്കുമ്പോഴേ ആ സലാർജങ്ങളൊക്കെ വെക്കുന്ന ആ വെക്കണം, അല്ല നമ്മള് വെച്ചിട്ട് കാര്യമല്ല. 4 പീസ് വെച്ചാൽ മതി. അത് അതിൻ്റെതായ ഒരു ഇപ്പൊ നമുക്ക് കുറെ സാധനങ്ങളുണ്ട്, മാനസ്ക്രിപ്റ്റ്സ് ഉണ്ട്, ബഷീറിന്റെ പുസ്തകങ്ങളുടെ ആദ്യ പതിപ്പുകള്, ബഷീറിന്റെ തലയോലപ്പറമ്പിൽ നിന്ന് ഇവരെല്ലാവരും കൂടി വിളിച്ചുകൊണ്ട് വന്ന വി അബ്ദുള്ള, പിന്നെ ഇദ്ദേഹമൊക്കെ ഉണ്ട്, എം ഡി ഒക്കെ ഉണ്ട്. അതിൽ അദ്ദേഹത്തെ വിളിക്കാൻ പോയതില്ലായിരുന്നു തോന്നല്ലേ? ഇല്ല, വന്നതിന് ശേഷം ഇവരൊക്കെ ആയിരുന്നു ബഷീറിന്റെ സഹായികള്. VKN, MT വാസുദേവൻ നായർ, പിന്നെ ശോഭന പരമേശ്വരൻ നായർ, പിന്നെ വേറൊരാളുകൂടി ഉണ്ടായിരുന്നു. ഇവരായിരുന്നു ബഷീറിനെ സഹായിക്കാൻ വേണ്ടി SK പൊറ്റക്കാടിന്റെ വീട് ചന്ദ്രകാന്തത്തിലായിരുന്നു ബഷീറിനെ കൊണ്ടുവന്ന് താമസിപ്പിച്ചത്. ബഷീറിനെ വിളിച്ചുകൊണ്ട് വന്നത് 1958 നടന്ന കലോത്സവം, മലബാർ കലോത്സവത്തിൽ ബഷീറിന്റെ ഇന്ദുപ്പക്കരാനി ഉണ്ടായിരുന്നു. നാടകമാക്കി അവതരിപ്പിക്കാൻ വേണ്ടി ബഷീറിനെ വിളിച്ചുകൊണ്ട് വന്നതാണ് ഇവരെല്ലാവരും കൂടി. അവിടെ താമസിപ്പിച്ച് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട പണി അടുക്കള പണിയായിരുന്നു. ആഹാരം ഉണ്ടാക്കലായിരുന്നു ബഷീറിന് ഏറ്റവും വലിയ ഇഷ്ടമുള്ള ഒരു പണി. അപ്പോൾ ഇവരൊക്കെ ആയിരുന്നു സാധനങ്ങൾ വാങ്ങിക്കൊണ്ട് കൊടുക്കുക, അടുക്കളയിൽ സഹായിക്കുക. MT ഇതിൻ്റെ പ്രധാനപ്പെട്ട സഹായിയായിട്ട് പറഞ്ഞു. അപ്പോൾ ഇദ്ദേഹം നാടകത്തിൻ്റെ വാക്കുകൾ പറഞ്ഞു കൊടുക്കും, അതേസമയം ഇടയ്ക്ക് ഈ അടുക്കളയിലേക്കുള്ള നിർദ്ദേശങ്ങളും കൊടുക്കും. ഇത് ഏതാണെന്ന് തിരിച്ചറിയേണ്ടത് ശോഭന പരമേശ്വരൻ നായരുടെ പണിയായിരുന്നു. അപ്പോൾ ഇതിന് ഏതാ വേണ്ടതെന്നുള്ളത് തിരഞ്ഞെടുത്ത് നാടകം എഴുതണം, അതേസമയം അടുക്കളയുടെ നിർദ്ദേശങ്ങളുമുണ്ട്. ചന്ദ്രകാന്തത്തിലായിരുന്നു താമസിക്കുന്ന അന്ന് SK പൊറ്റക്കാട്. ഓർമ്മയല്ലേ? ഓർമ്മയുണ്ടാവും. അന്ന് എന്തായിരുന്നു അവിടെ നടന്നത്? അവിടെ ശരിക്കും ബഷീറിന്റെ വീട്ടിൽ എന്താ നടന്നത്? ഞാനൊക്കെ വൈകുന്നേരമല്ലേ ടൈം ഉണ്ടാവും. സൺഡേ ആണെങ്കിൽ അത് അതിൻ്റെ വലിയ ഈ കൊതിയുള്ള ആളുകളൊക്കെ അടുത്ത് വരുമ്പോൾ അദ്ദേഹം ചെയ്യുന്ന ഒരു കാര്യമുണ്ട്, തിരിയെടുത്ത് വെറുതെ എടുത്ത് ചെറുതായിട്ട് തുപ്പല്ല, നമ്മൾക്ക് പിന്നെ തിന്നാൻ തോന്നില്ല. എൻ്റെ എൻ്റെ ഇതൊക്കെ പോയി കുറച്ചു കാലം അബ്ദുറഹ്മാൻ മുസാഗരിക ഇന്റർവ്യൂ മലപ്പുറത്തായിരുന്നു. നല്ല വീടായിരുന്നു വാഴയൊക്കെ. അവിടെ ബഷീർ കുറച്ചു കാലം താമസിച്ചു. അവിടെയും വെപ്പായിരുന്നു. ഞാൻ അന്ന് ഫോട്ടോഗ്രാഫി കമ്പുള്ളതുകൊണ്ട് ഞാൻ ഒരുപാട് ഫോട്ടോ എടുത്തിരുന്നു ബഷീറിൻ്റെ ആ നെഗറ്റീവൊക്കെ പോയി സാഗരിക.
അത് ഞാൻ പറഞ്ഞു വരുന്നത് ഈ ഒരു പ്ലാൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഈ പെയിൻറ്റിങ്സ് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നേരത്തെ അസൈൻമെന്റ് കൊടുക്കും, അല്ലെങ്കിൽ സമയത്തിനൊന്നും നമുക്ക് ആരെയൊക്കെയാ ഏൽപ്പിക്കാൻ പറ്റിയ? നമ്പൂതിരി വരച്ചു തരുമോ കുറച്ച്? ഫ്രാൻസിസ് കോടങ്കണ്ടത്തിനെ കൊണ്ട് കുറച്ച് വരപ്പിക്കാം. പിന്നെ വേറെ നമ്പൂരിനെ കൊണ്ട് കുറച്ച് വരപ്പിക്കാം. പിന്നെ ദേവൻ സാറ് വരയ്ക്കില്ല, ഇപ്പൊ കഴിയില്ല, ആരോഗ്യമൊക്കെ പോയിരിക്കാം. നമ്പൂരി ഇപ്പോഴും കുറച്ചൊക്കെ മദറിനെ കൊണ്ട് വരപ്പിക്കാം. ഫ്രാൻസിസ് കോടങ്കണ്ടത്തിനെ കൊണ്ട് കുറച്ച് വേണ്ട, നന്നാവില്ല. അതുകൊണ്ട് ചിത്രം നന്നാവില്ല. നമുക്ക് മദറിനെ വരപ്പിക്കാം, പിന്നെ നമ്പൂതിരിയെ കൊണ്ട് വരപ്പിക്കാം. പിന്നെ വേറെ ആരെയാ കോഴിക്കോട്ട് കിട്ടുക? നന്നായി ഭരിക്കുന്ന ആളാ സുനിൽ അശോകപുരം. പുതുതായി എനിക്കറിയില്ല. പിന്നെ വേറെ നമുക്ക് കണ്ടുപിടിക്കാം, ആളെ കണ്ടുപിടിക്കാം. പിന്നെ ഇവിടെ ഈ സൗണ്ട് അല്ലാത്ത പല ആളുകളുണ്ട്, പ്രശസ്തരല്ലാത്ത ആളുകളുണ്ട്. നല്ല പോലെ പഠിക്കുന്ന കുട്ടികളുണ്ടാവും. അത് നമുക്ക് ഈ സൗണ്ട് ആൻഡ് എഫക്റ്റിന്റെ എന്തെങ്കിലും ചെയ്യിക്കണം അവിടെ. ലൈറ്റ് ആൻഡ് സൗണ്ട്, ലൈറ്റ് ആൻഡ് സൗണ്ട്, ലൈറ്റ് ആൻഡ് സൗണ്ട് ഇതൊക്കെ ആയി കഴിഞ്ഞാൽ ലൈറ്റ് ആൻഡ് സൗണ്ട് ചെയ്യാൻ കൃഷ്ണമൂർത്തിയുടേത് അന്ന് കണ്ടതല്ലേ? ബഷീർ ഷോ കാണിച്ചതല്ല. അല്ല, അത് വേറെ കാണിച്ചു. അല്ലാതെ ഇപ്പൊ നമ്മുടെ ഇത് വെച്ചുകൊണ്ട് തന്നെ വേറെ ചെയ്യാൻ പറ്റും. കൃഷ്ണമൂർത്തിയോട് പറഞ്ഞാൽ ചെയ്യും. പക്ഷെ അയാൾ ലൈറ്റ് ആൻഡ് സൗണ്ട് ചെയ്യുന്നതായി ലൈവ് ആളുകളെ വെച്ചിട്ടാണ്. ഞാനിപ്പോ പറയണത് നമ്മൾ അതല്ലാത്ത ഈ സാധനങ്ങൾ വെച്ചിട്ട് വിത്ത് കമന്ററി, വിത്ത് വോയിസ്. ഇതിപ്പോ ഓരോ സമയം ആളുകളെ മാറ്റാൻ പറ്റില്ലല്ലോ. അതിനെന്തെങ്കിലും ചെയ്യാൻ പറ്റുവാണെങ്കിൽ കൃഷ്ണമൂർത്തിയോട് പോകുന്നു. വലിയ ആരാധകനാണ്. പിന്നെ വേറെ നമുക്ക് എന്തൊക്കെയാ ചെയ്യാൻ പറ്റുക? കളക്ടിങ് മെറ്റീരിയൽസ് കളക്ട് ചെയ്യുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. അതിപ്പോൾ ഈ കൈയടിച്ച ഫോട്ടോഗ്രാഫ്സ്, ഫസ്റ്റ് എഡിഷൻസ്, ഫോട്ടോഗ്രാഫ്സ് എല്ലാം ആരുടെ ഇതൊക്കെ ഉണ്ട്. ഫോട്ടോഗ്രാഫേഴ്സ് പലരും എന്നെ വിളിച്ച് പറഞ്ഞു, സാറേ ഞങ്ങളുടെ കയ്യിലൊക്കെ റെയറായിട്ടുള്ള ഫോട്ടോസ് ഉണ്ടാവും, അതൊക്കെ ഞങ്ങൾ ഫ്രീ ആയിട്ട് തരാൻ തയ്യാറാണ്. ഞാൻ പറഞ്ഞു നിങ്ങളുടെ പേരിൽ അവിടെ നമ്മൾ പ്രദർശിപ്പിക്കാം, ബ്ലോക്ക് ചെയ്തിട്ട് വലിയ രീതിയിൽ. നല്ല ഏറ്റവും നല്ല ഫോട്ടോസ് എടുത്ത് നീന അത് ഞാൻ അവിടുന്ന് തിരുവരുണ്ടല്ലോ, അത് നമുക്ക് എടുക്കാം. പിന്നെ ബഷീറിന്റെ സുഹൃത്തുക്കളായ നിങ്ങളുടെ കുറെ കോൺട്രിബ്യൂഷൻസ്, ഉറൂബ്, പൊറ്റക്കാട്, MT, പിന്നെ ഈ വേറെ ആരൊക്കെ ഉണ്ടായിരുന്നല്ലോ ഇവിടെ, VKN, B. അബ്ദുള്ള, മുല്ലവീട്ടിൽ അബ്ദുറഹ്മാൻ, പിന്നെ ആരാ ഉണ്ടായിരുന്നത്? പട്ടത്തുള്ള, തിക്കോടിയൻ, പിന്നെ ആരാ? ഇവരൊക്കെയാണ്. ഇവരുടെ ഒരു കൂട്ടായ്മയിൽ നിന്നൊരു ആണല്ലോ ആ നാടകം ഉണ്ടായത്. ആ നാടകം എഴുതിക്കൊണ്ടിരിക്കുമ്പോഴാണ് വിവാഹാലോചന. മുല്ലവീട്ടിൽ അബ്ദുറഹ്മാനോട് പറഞ്ഞു എനിക്ക് കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഇവിടെ ബേപ്പൂരുള്ള അവരെ കണ്ടുപിടിച്ചത്. പെട്ടെന്ന് 3 ദിവസം കൊണ്ടാണ് കല്യാണം നടന്നു. ആദ്യമായിട്ട് സുഹറയുടെ സിസ്റ്റർ V. അബ്ദുള്ള സാഹിബ്, എൻ്റെ ഭാര്യ ഉമ്മി അബ്ദുള്ള ഇവരുടെ സിസ്റ്ററാണ്. അവരുടെ വീട്ടിലായിരുന്നു ആദ്യമായിട്ടല്ലേ? ആദ്യത്തെ ദിവസം അവിടെയായിരുന്നു, ചന്ദ്രകാന്തത്തില്. താമസം ചന്ദ്രകാന്തത്തിലായിരുന്നു. ആദ്യം വിവാഹം നടന്ന ഉടനെ ഭക്ഷണം കഴിക്കാൻ വന്നത് ഇവരുടെ വീട്ടിലാണ്. ഇതൊക്കെ കളക്ട് ചെയ്തിട്ട് ആരാ ഇതൊക്കെ കളക്ട് ചെയ്യുന്നു? അത് നമ്മളൊരു ഇവിടെ ഫിക്സ് ചെയ്യുന്നതിന് മുമ്പ് നമ്മളാദ്യം സാമ്പിൾ വരച്ചിട്ടുണ്ടാക്കും. അതിൻ്റെ അടിസ്ഥാനത്തിൽ അതൊക്കെ ചെയ്യാൻ
കൊണ്ട് കഴിയുന്ന മിക്കവാറും എല്ലാം കളക്ട് ചെയ്യാൻ നോക്കാം. ഏകദേശം ഒരു കളക്ഷൻ, ക്ലാസിഫിക്കേഷൻ, റിഫൈൻമെന്റ്, ഡിസ്പ്ലേ അറേഞ്ച്മെന്റ്, ഡിസ്പ്ലേ പെർഫെക്ഷൻ, പിന്നെ ടെക്നോളജി ഇന്റഗ്രേഷൻ നമുക്ക് ചെയ്യാം. BC പറഞ്ഞതുപോലെ ഞാനൊരു അതിൻ്റെ ഒരു 10 ചാപ്റ്ററായിട്ട് എഴുതി എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളത് വിശദമായിട്ട് തരാം. ഡിസ്പ്ലേ എന്ന് പറഞ്ഞാൽ അതിന് എക്സ്പെർട്സ് ആയിട്ടുള്ള ചിത്രം പതിക്കുക. അതേപോലെ ഈ ലൈറ്റിങ്, അതിന് പ്രത്യേക ലൈറ്റിങ് ഉണ്ട്. അല്ല, ഞാൻ പോയി കണ്ടിട്ടുള്ളതാണ്. പക്ഷെ ഈ പോയി കണ്ട പിന്നെ എഞ്ചിനീയറിംഗ് മൈൻഡുള്ള ആൾക്കാരാണ് ഇപ്പൊ നിങ്ങൾ പോണ കാണാനല്ല പോണത്, പഠിച്ച് ഓരോന്നെങ്ങനെ ചെയ്യാറുള്ളൂ. ഈ ടെക്നോളജി അതിന്റെ സ്പെഷ്യലിസ്റ്റ് ഉണ്ട്, അവരെ ഐഡന്റിഫൈ ചെയ്യാം. ഡിസ്പ്ലേക്കുള്ള നല്ല മോഡേൺ ടെക്നോളജിസ്റ്റ് ഉണ്ടാവും. വെറും ആവശ്യമായ എന്റെ കയ്യിലുണ്ട്. അല്ല, അതിന് നന്നായിട്ട് പഠിച്ചിട്ട് ഇത് ചെയ്യാൻ പറ്റും. പെട്ടെന്ന് കുറെ സാധനങ്ങൾ കൊണ്ടൊന്നും വെച്ചിട്ട് കാര്യമല്ല. ഫോട്ടോഗ്രാഫ്സ് നമുക്ക് ഇവിടെ നിരന്തരം ആൾക്കാർ വന്നുകൊണ്ടേയിരിക്കും. യൂണിവേഴ്സിറ്റി ഒരു പൊതുജന കേന്ദ്രമായി, ദർശന കേന്ദ്രമായി മാറാൻ പോവുകയാണ്. ആൾക്കാർ നിരന്തരം വരും. ബഷീറിന്റെ വീട്ടിലാണ് ഇപ്പൊ എല്ലാവരും പോകുന്നത്. അതിങ്ങോട്ടൊക്കെ മാറാൻ പോവുകയാണ്. വലിയ കോംപ്ലക്സ്, ഇതിനേക്കാളും വലിയ കോംപ്ലക്സ് ആയി മാറും. പറഞ്ഞ ഓരോ ചാപ്റ്ററും ഓരോ വിങ്ങിലേക്ക് പോകുന്നു. അങ്ങനെ വന്നാലേ വലിയൊരു സംഭവം. തൻ്റെ ഭരണകാലഘട്ടത്തിൽ രജത ലിപികളിൽ ചേർക്കാൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ അബ്ദുസലാം സാറിന് ഒരു പൊൻതൂവൽ കൂടി. ബേപ്പൂർ സുൽത്താനായ വൈക്കം മുഹമ്മദ് ബഷീറിന് വേണ്ടി നിർമ്മിക്കുന്ന ഈ മന്ദിരം എന്നും ഒരു പക്ഷേ ഈ VCയുടെ സുവർണ താളുകളിൽ തന്നെ രേഖപ്പെടുത്താവുന്ന ഒരു വസ്തുതയായിരിക്കാം. ഇവിടെ ഒരു മ്യൂസിയം ആരംഭിക്കാനുള്ള പ്രാരംഭ പ്രവർത്തനങ്ങളാണ് തുടങ്ങിയിരിക്കുന്നത്. ഇവിടെ എന്തൊക്കെ ചെയ്യാൻ സാധിക്കും എന്ന് വന്ന് നോക്കി ഞങ്ങളെ ഉപദേശിക്കാൻ വേണ്ടിയാണ് ശ്രീ MT വാസുദേവൻ നായർ ഇവിടെ എത്തിയിട്ടുള്ളത്. അദ്ദേഹവും ബഷീറും തമ്മിലുള്ള ആത്മബന്ധത്തെക്കുറിച്ച് അറിയുന്നവർക്കറിയാം. ബഷീർ വളരെയധികം സ്നേഹിക്കുകയും ആത്മാർത്ഥമായി സൗഹൃദം പങ്കിടുകയും ചെയ്ത, സ്വന്തം സഹോദരനെ പോലെ കരുതിയ അടുത്ത തലമുറയിലെ എഴുത്തുകാരനാണ് MTക്ക് ബഷീറിനോട് ഉള്ള സ്നേഹ ആദരങ്ങളെക്കുറിച്ച് പറഞ്ഞറിയിക്കേണ്ട കാര്യമല്ല. എന്നോട് ഞാനൊന്ന് സൂചിപ്പിച്ചപ്പോൾ തന്നെ പറഞ്ഞു, ബഷീറെ നമുക്ക് യൂണിവേഴ്സിറ്റിയിലെ മ്യൂസിയം വളരെ മനോഹരമാക്കി തീർക്കണം. എന്നെ കൊണ്ട് എന്തെല്ലാം ചെയ്യാൻ കഴിയുമോ അതെല്ലാം ഞാൻ ചെയ്തു തരും, എന്നെ പിടിക്കാൻ മടിക്കരുത് എന്ന് ഇങ്ങോട്ട് പറയുകയാണ് ഉണ്ടായത്. അപ്പം ബഷീറിനോടുള്ള ആ ഒരു വൈകാരികമായ ഒരു അടുപ്പം, ആ ഒരു ആദരം, അത് അദ്ദേഹം ഇത്തരം പ്രവർത്തനങ്ങളിലൂടെ വ്യക്തമാക്കിക്കൊണ്ടിരിക്കുകയാണ്. MTയെ പോലെ ഒരു മഹാനായ എഴുത്തുകാരൻ നമ്മുടെ യൂണിവേഴ്സിറ്റിയിൽ വരികയും ബഷീറിൻ്റെ പ്രവർത്തനങ്ങൾ ശ്രദ്ധയോടുകൂടി വീക്ഷിക്കുകയും അതിൽ അദ്ദേഹത്തിൻ്റെതായ ആശയപരമായ സൗന്ദര്യപരമായ അഭിപ്രായങ്ങൾ നമുക്ക് പങ്കുവയ്ക്കുകയും ചെയ്യുന്നു എന്നുള്ളത് ഒരു മഹത്തായ കാര്യമായിട്ട് ഞാൻ കണക്കാക്കുന്നു. ഇവിടുത്തെ VC ഡോക്ടർ അബ്ദുസലാം ഈ കാര്യത്തിൽ എടുക്കുന്ന അസാധാരണമായ താല്പര്യത്തെക്കുറിച്ച് പറയാതിരിക്കാൻ പറ്റില്ല. എന്നെ ഇതിൻ്റെ വിസിറ്റിംഗ് പ്രൊഫസറായിട്ട് വിളിച്ചപ്പോൾ ഞാനത് സ്വീകരിക്കാൻ തയ്യാറായിരുന്നില്ല. അന്ന് ഇവിടുത്തെ VC ആരാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. 6-7 വർഷം വെറുതെ നഷ്ടപ്പെട്ടു പോയ കാലഘട്ടത്തെക്കുറിച്ച് ഞാനിപ്പോൾ ദുഃഖിക്കുന്നില്ല. കാരണം ഇതിനെല്ലാം ഒരു സമയമുണ്ടെന്ന് തോന്നുന്നു. ഇതൊരു നിയോഗം പോലെയാണ്. എല്ലാം ഒന്നിച്ചു വന്നു. ഞാനിവിടെ വന്നപ്പോൾ ഇവിടെ ഒരു മ്യൂസിക് കോംപ്ലക്സ് തുടങ്ങാൻ പോകുന്നു. ഞാൻ പറഞ്ഞു, സാറേ ഞാൻ അവിടെ പോയി നോക്കിയിട്ട് ഒന്ന് ചൂണ്ടിക്കാണിച്ചാൽ തരുമോ എന്ന് ചോദിച്ചു. VC പറഞ്ഞു, ബഷീർ മാഷിന് ഇഷ്ടമുള്ളത്. അങ്ങനെയാണ് ഇവിടെ ഞാൻ ഒരു സ്ഥലം കാണിച്ചു കൊടുത്തത്. അത് അദ്ദേഹം ഉടനെ തന്നെ തരികയും ചെയ്തു. ഓർഡർ ആയിക്കൊണ്ടിരിക്കുന്നു എന്ന് തോന്നുന്നു. ഓർഡർ ആകാൻ കുറേ കൂടി ദിവസം എടുക്കുമെന്ന് തോന്നുന്നു. മുകളിൽ നിന്ന് ഓർഡർ ആയാലും താഴെ ഓർഡർ ആകാൻ കുറച്ച് സമയമെടുക്കും.
നല്ലത് തന്നെയാണ്, കുറച്ച് സമയമെടുത്തൊക്കെ ചെയ്യുന്നത് തന്നെയാണ് നല്ലത്. അപ്പോൾ ഒരു ബഷീർ മന്ദിരം ഉണ്ടാക്കണമെന്നാണ് ഡോക്ടർ അബ്ദുൽ സലാമിൻ്റെ സങ്കല്പം എന്ന് എനിക്ക് തോന്നുന്നു. പതുക്കെ ബഷീറിൻ്റെ പേരിൽ പണം കിട്ടും, യാതൊരു സംശയവുമില്ല. ഈ അടുത്ത ദിവസങ്ങളിൽ എനിക്കൊരു അനുഭവം ഉണ്ടായത് പറഞ്ഞുകൊണ്ട് ഞാൻ ചുരുക്കാം. ഒരാമുഖം എന്ന രീതിയിൽ അത് പറയുന്നത് നല്ലതാണെന്ന് തോന്നുന്നു. കാരണം കഴിഞ്ഞ ദിവസം എന്നെ ഒരാൾ വിളിച്ചിട്ട് പറഞ്ഞു, എൻ്റെ പേര് ശ്രീധരൻ എന്നാണ്, വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ വളരെ അടുത്ത ഒരു സുഹൃത്താണ്. ഞാൻ നാട്ടിൽ വരുമ്പോൾ അദ്ദേഹത്തെ പോയി കാണാറുണ്ട്. എനിക്ക് ബഷീർ സാറിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്നുണ്ട്. ഇപ്പോൾ ഡോക്ടർ എം ബഷീർ സാറാണല്ലോ അതിൻ്റെ വിസിറ്റിംഗ് പ്രൊഫസർ. താങ്കളുടെ പേരിൽ ഒരു മാസത്തെ ശമ്പളം വാങ്ങിച്ചു തരാം എന്ന് വിചാരിക്കുകയാണ് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, എൻ്റെ പേരിൽ അയക്കരുത്, എനിക്ക് അത് മാറാൻ പറ്റില്ല. യൂണിവേഴ്സിറ്റിയുടെ പേരിൽ അയച്ചാൽ ആ പണം മാറാൻ പറ്റില്ല, കാരണം അങ്ങനെ ഒരു അക്കൗണ്ട് ഇല്ല. അവസാനം കുറേ നേരം സംസാരിച്ചു. നാട്ടിൽ വരുമ്പോൾ വന്ന് കാണാം, യൂണിവേഴ്സിറ്റിയിൽ വരാം എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ അഡ്രസ്സും അദ്ദേഹത്തിൻ്റെ ഇമെയിലും ഒന്നും ഞാൻ ചോദിച്ചില്ല. ഞാൻ ചോദിച്ചു, ഒരു മാസത്തെ ശമ്പളം എത്ര വരുമെന്ന് ചോദിച്ചു. 3.5 ലക്ഷം രൂപയേ ഉള്ളൂ സാർ. ഇതാണ് ബഷീറിനോട് സ്നേഹമുള്ളവരുടെ ബഷീറിനോടുള്ള മനോഭാവം. ഇതാണ് ഞാൻ തന്നെ ഒന്ന് വിഷമിച്ചു പോയി. 3.5 ലക്ഷം രൂപയേ ഉള്ളൂ സാർ എന്നാണ് പറഞ്ഞത്. ഞാൻ ഉടനെ തന്നെ VC വിളിച്ച് പറഞ്ഞു, അതിൻ്റെ ഫലമായിട്ടാണ് ഒരു ബാങ്ക് അക്കൗണ്ട് തുടങ്ങാൻ അദ്ദേഹം തീരുമാനിക്കുകയും ഉടനെ തന്നെ അത് നടപ്പിലാക്കുകയും ചെയ്തത്. ആ ബാങ്ക് അക്കൗണ്ട് തുടങ്ങുന്നത് ഇന്ന് VC തന്നെ ആദ്യത്തെ പണം അടച്ചുകൊണ്ടാണ്. എനിക്കത് ചെയ്യണമെന്നുണ്ടായിരുന്നു. അദ്ദേഹത്തിന് എന്നെ തോൽപ്പിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ അടുത്ത കാലത്തായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പണി. അതുകൊണ്ട് ഞാൻ രണ്ടാമതായി പോയി. എപ്പോഴും നമ്മുടെ VC തന്നെയാണ് മുമ്പിൽ നിൽക്കേണ്ടത് എന്ന് എനിക്ക് ആഗ്രഹമുള്ളതുകൊണ്ട് അദ്ദേഹം അടച്ച രൂപയേക്കാൾ 1 രൂപ കൂടി അടയ്ക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. 1 രൂപ കുറച്ച് അടയ്ക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അത് ഇന്നോ നാളെയോ തന്നെ ഞാൻ ചെയ്യുന്നതായിരിക്കും. ഈ ബാങ്ക് അക്കൗണ്ടിൻ്റെ കാര്യം പുറത്ത് പറയുന്നത് നല്ലതായിരിക്കും എന്നെനിക്ക് തോന്നുന്നു. അത് നമ്മുടെ പ്രിയങ്കരനായ MT നിർവഹിക്കണം എന്നെനിക്കൊരു അപേക്ഷയുണ്ട്. Account number 6721287970 for donations to Waikum Muhammad Bashir Chair with SPT Calicut University Grant Operated at Nax Office is declared open. All the donations received in this account, including interest accrued, will be utilized for the development of Bashir Chair. വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ചിത്രങ്ങളും അദ്ദേഹം വരച്ച കാര്യങ്ങളും അദ്ദേഹം എഴുതിയ കാര്യങ്ങളും അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ കൊട്ടേഷനുകളും ഇത്തരത്തിൽ ഒരു വലിയ രീതിയിൽ തന്നെ വൈക്കം മുഹമ്മദ് ബഷീർ എന്ന മഹത്തായ കലാകാരനെ ജീവസുറ്റ അദ്ദേഹത്തെ ഇവിടെ ഓർക്കുകയാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. ബഷീറിന്റെ സ്മരണാർത്ഥം നിർമ്മിക്കുന്ന ഈ മന്ദിരം യാഥാർത്ഥ്യമാവുന്നതോടുകൂടി ബഷീറിനെ പ്രേമിക്കുന്നവർക്കും ബഷീറിന്റെ കൃതികൾ പ്രേമിക്കുന്നവരും ഒരു വലിയ രീതിയിൽ തന്നെ ഈ മന്ദിരം ഉപയോഗപ്പെടുത്തുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.